സോ ഇന്ന് നമ്മളൊരു എളുപ്പത്തിലൊരു ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഞാൻ എടുത്ത 1.5 കപ്പ് റൈസാണ്. അത് വെള്ളത്തിൽ കുതിർത്തിടുക. വെള്ളത്തിൽ മുങ്ങിക്കിടക്കണമെന്നൊന്നുമില്ല. ഇതുപോലെ കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ട് മാറ്റി വെക്കുക. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൈസിന് വേണ്ടി തന്നെ ആവശ്യമുള്ള മസാല ഉണ്ടാക്കിയെടുക്കുക. കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി. ഞാൻ ഇവിടെ 1.5 കപ്പ് റൈസ് എടുത്തേക്കുന്നതുകൊണ്ട് ഒരു ഫുള്ള് വെളുത്തുള്ളിയും ഒരു 5 പച്ചമുളകും ഒരു 1/4 ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ റൈസ് എന്തോരാണോ അല്ലെങ്കിൽ എത്ര പേരാണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അത് കസ്റ്റമൈസ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാം. സോ ഈ ഒരു പരുവത്തിൽ അരഞ്ഞു കിട്ടിയാൽ മതി. നമുക്ക് റൈസ് വേവിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ടാണ്. ഒരു അരമണിക്കൂർ റൈസ് കുതിർത്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് വെള്ളവും ഉപ്പും ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ എൻ്റെ കയ്യിലുള്ള സ്പൈസസാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ളത് ആഡ് ചെയ്യുക. എല്ലാം ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യുക. ഞാൻ ഇവിടെ ഗ്രാമ്പൂവും അരിയുടെ ക്വാണ്ടിറ്റിയിൽ ഗ്രാമ്പൂവും കറാമ്പട്ടയും മാത്രമാണ് ആഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് വേണ്ട വേണമെങ്കിൽ എല്ലാം ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഉള്ളത് വെച്ചിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ അരച്ച് വെച്ചേക്കുന്നതും അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഇത് പ്രത്യേകിച്ച് ആ ജിഞ്ചറും മറ്റേ വെളുത്തുള്ളി അതൊക്കെ വരുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. നല്ല റൈസിന് നല്ല ഫ്ലേവർ കൊടുക്കും. ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. എല്ലാം കൂടിയിട്ട് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. നെയ്യുള്ളവർ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ റൈസ് സ്റ്റിക്ക് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നത് നല്ലതാണ്. അതപ്പോൾ വിട്ട് വരും. അല്ലെങ്കിൽ കുറച്ച് ഓവർ വേവ് ആയി കഴിയുമ്പോഴേക്കും സ്റ്റിക്കി ആകും. അപ്പോൾ അതിന് നല്ലത് നാരങ്ങ എന്നിട്ട് പിഴിഞ്ഞൊഴിക്കുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. റൈസിൻ്റെ പരിപാടി കഴിയുമ്പോഴേക്കും നല്ല രീതിയിൽ ചിക്കൻ കഴുകി നമുക്ക് ചിക്കൻ്റെ പരിപാടിയിലേക്ക് കിടക്കാം. ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പിട്ട് കഴിഞ്ഞിട്ട് മുളക് പൊടി, പിന്നെ മുളക് പൊടി ഞാൻ ഒരു ആവശ്യത്തിന് എടുത്തപ്പോൾ എല്ലായിടത്തും ആയി, അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. മുളക് പൊടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിന്. എരിവുള്ളവരാണെങ്കിൽ അത്യാവശ്യം അതിനനുസരിച്ചിട്ടുള്ള എരിവിട്ട് കൊടുക്കുക. എനിക്ക് എരിവ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ മുളക് പൊടി താങ്ങുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് മുളക് പൊടി അത്ര ഇഷ്ടമില്ലെങ്കിൽ ഒരുപാട് മുളക് പൊടി ഇടണമെന്നില്ല. ലൈറ്റായിട്ട് മുളക് പൊടി ഇട്ടാൽ മതി. കാരണം നമ്മൾ ഓൾറെഡി പച്ചമുളക് ആഡ് ചെയ്യുന്നുണ്ട്. മുളക് പൊടിക്ക് പുറകെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. മഞ്ഞൾപ്പൊടി കുറച്ച് ആഡ് ചെയ്താൽ മതി. ആ ഒരു ഇതിന് വേണ്ടിയിട്ട്, ടേസ്റ്റിന് വേണ്ടിയിട്ട്. കൂടുതൽ മസാലയൊന്നും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഒരു പൊടിക്ക് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മല്ലിപ്പൊടി ആഡ് ചെയ്തതിൻ്റെ പുറകെ നമുക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോഴേക്കും യോഗേർട്ട് ആഡ് ചെയ്യുന്നത് ആക്ച്വലി നല്ലതാണ്. കുറച്ചും കൂടി നേരം വെച്ച് കഴിഞ്ഞാൽ ചിക്കനിൽ നന്നായിട്ട് പിടിച്ച നല്ല ടേസ്റ്റാണ്. സോ നല്ല രീതിയിൽ എല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ആൻഡ് ലാസ്റ്റ് ഇട്ടത് തൈരാണ്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊരു അരമണിക്കൂർ മാരിനേറ്റ് ആവാൻ വേണ്ടി വയ്ക്കാം. ആ ടൈമിൽ നമ്മുടെ റൈസ് വെന്ത് സെറ്റായി വരുന്നുണ്ടോ എന്ന് നോക്കാം. ഈ മിക്സ് ചെയ്ത ചിക്കൻ മാറ്റി വെക്കാം. നമ്മൾ ആ വേവിക്കാൻ വെച്ചിരുന്ന റൈസിൽ പിന്നെ നമുക്ക് ചിക്കൻ്റെ ഗ്രേവി, ബിരിയാണിക്ക് ഗ്രേവി ഉണ്ടാക്കാനും പിന്നെ സാലഡ് ഉണ്ടാക്കാനും നമുക്ക് ഒനിയൻ വേണം. സോ ആ ഒനിയൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ കുറച്ച് ഒനിയൻ കട്ട് ചെയ്തിട്ട് ആ ബിരിയാണി റൈസിലേക്ക് ഇട്ട് കൊടുക്കാനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ റൈസ് വരുമ്പോഴേക്കും ആ റൈസിൽ ഒനിയൻ വരുമ്പോഴേക്കും നല്ലതായിരിക്കും. ഒനിയൻ കട്ട് ചെയ്ത് നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന റൈസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്യാം. കാരണം അല്ലെങ്കിൽ അത് മറ്റേ ടോപ്പിൽ മാത്രമേ അടക്കുള്ളൂ. അപ്പോൾ കറക്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അടച്ചു വെച്ച് വേവിക്കാം. കാരണം തുറന്ന് വെച്ച് വേവിക്കുമ്പോഴേക്കും ആ ഫ്ലേവറൊന്നും അത്രയും പിടിക്കത്തുമില്ല. തിളക്കാൻ ഒരുപാട് ടൈം എടുക്കും. സോ ബെറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടച്ചു വെച്ചിട്ട് വേവിക്കുന്നതാണ്. സോ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ എടുത്ത് മാറ്റാം അടപ്പ്. വേവുന്ന ടൈമിൽ നമ്മൾക്ക് ആദ്യം ഉണ്ടാക്കിയ പോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ടിട്ട് സെയിം ആയിട്ടൊരു മസാല ഉണ്ടാക്കിയെടുക്കാം. കാരണം ഇത് ഈ സെയിം സാധനം തന്നെ നമ്മൾ ബിരിയാണി മസാലയിലും ചേർക്കുന്നുണ്ട്. ഇതാണ് ഈ ബിരിയാണിയുടെ മെയിൻ ഐറ്റംസ് എന്ന് പറയുന്നത്. ഇഞ്ചി, പച്ചമുളകും പിന്നെ വെളുത്തുള്ളിയാണ്. അപ്പോൾ അത് നന്നാക്കി എടുക്കാം നമുക്ക് ആ സമയം കൊണ്ട്. ഈ സമയത്ത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അരി ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം കൂട്ടി സ്റ്റിക്കി ആയിട്ട് വരുന്നില്ല. പിന്നെ വെന്തോന്നറിയാൻ വേണ്ടിയിട്ട്. കാരണം ബസ്മതി റൈസ് എടുത്തേക്കുന്നത്. ബസ്മതി റൈസ് വേവാൻ പെട്ടെന്ന് വേകും, അധികം ടൈമൊന്നും വേണ്ട. സോ എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വറുത്തെടുക്കാം.
ഫ്രൈ ചെയ്തിട്ടാണ് ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാ ചിക്കനും കൂടി ഇട്ട് വറുത്തെടുക്കുക. ഇതിന് മുന്നേ ഞാൻ സവാള വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ റെക്കോർഡ് ചെയ്തില്ല. ആ സവാള വറുത്തെടുത്ത അതേ ഓയിലിൽ തന്നെയാണ് ഞാൻ ചിക്കൻ വറക്കുന്നത്. അപ്പോൾ ചിക്കൻ നല്ല രീതിയിൽ ലൈക്ക് ഡീപ് ഫ്രൈ ചെയ്യണ്ട, ബട്ട് ഷാലോ ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ എല്ലാം ഒന്ന് പതിയെ തിരിച്ചിട്ട് ലൈക്ക് ഒരുപാട് ഡാർക്കാക്കി ഫ്രൈ ചെയ്യാണ്ടിരിക്കുന്നത് നല്ലത്. ഒരു മീഡിയം രീതിയിൽ വെന്താൽ മതി. ചിക്കനെല്ലാം ഫ്രൈ ആയി കഴിയുമ്പോൾ ഫ്രൈ ചെയ്ത അതേ ഓയിലിൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഒനിയൻ ഇട്ട് കൊടുത്ത് അത് സോട്ട് ചെയ്യാം. നമ്മൾ ആ മസാല ആ ഓയിലിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്നത്, അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും, സെപ്പറേറ്റ് ഓയിൽ എടുക്കാണ്ട്. അപ്പോൾ ഇതിൽ നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ ആ മിക്സ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതാണ് ഈ ബിരിയാണിയുടെ മെയിൻ എന്ന് പറയുന്നത്. സോ അത് ഇട്ട് കൊടുത്തിട്ട് ഫുള്ള് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് എടുക്കുക. നമ്മൾ ആദ്യം അരിക്കിട്ടതിനേക്കാളും കുറച്ചും കൂടി ക്വാണ്ടിറ്റി കൂട്ടി ഈ മസാലയ്ക്ക് വേണ്ടി എടുക്കുക. നിങ്ങളുടെ ചിക്കൻ എത്രയുണ്ടോ അതിനനുസരിച്ചിട്ട് സവാളയും ഈ ഒരു മസാലയും എടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് രണ്ടും കൂടി ഒന്ന് നന്നായിട്ട് വാടി വരുമ്പോഴേക്കും നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാൻ എപ്പോഴും മറക്കണ ഒരു കാര്യമാണ് ഉപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ ഉപ്പിട്ട് കൊടുക്കാൻ മറക്കരുത്. ഉപ്പ് എന്ന് പറയുന്നത് എല്ലാ കറികളുടെയും മെയിൻ കാര്യമാണ്. സോ ഉപ്പ് മുഖ്യം വെക്കില്ലേ, ഉപ്പിട്ട് കൊടുക്കാൻ മറക്കല്ല്. എല്ലാം നന്നായിട്ട് ഇളക്കി കൂട്ടിയതിന് ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് വാടി മസാലയൊക്കെ പിടിച്ചെന്ന് തോന്നുമ്പോഴേക്കും ചിക്കൻ ഇട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. ചിക്കൻ ഷാലോ ഫ്രൈ ചെയ്തേക്കണേന്ന് ഓർക്കണം, അപ്പോൾ കുറച്ചും കൂടി വേവാനുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഇളക്കി സെറ്റ് ചെയ്ത് ഒന്ന് കുറച്ച് നേരം ഇതാവാൻ വേണ്ടിയിട്ട് വെക്കാം. പിന്നെ ഞാൻ ഓൾറെഡി ചിക്കൻ ഇതാക്കിയപ്പോൾ വറുത്തപ്പോഴേക്കും ലാസ്റ്റ് വന്ന ഓയിൽ ഫുള്ള് ഞാൻ അതിൽ ആദ്യം ഒഴിച്ചില്ല, അത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, ആ വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. കുറച്ച് നേരം ഇളക്കാണ്ട് വെച്ച് കഴിഞ്ഞിട്ട് ഒന്ന് വെന്ത് വരുമ്പോഴേക്കും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം അടിക്ക് പിടിക്കാണ്ട് നോക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി, പക്ഷെ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചിക്കൻ വെന്തോന്ന് അറിയാൻ വേണ്ടി ചെറിയ പീസ് അല്ലെങ്കിൽ ഒരു വലിയ പീസിൻ്റെ തിക്ക് പാർട്ടിൽ നിന്ന് കുറച്ച് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഒരു ഫോർക്ക് ഇട്ട് കുത്തി നോക്കിയാൽ മതി. അധികം ടൈമൊന്നും എടുക്കില്ല. ഭയങ്കര എളുപ്പ രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ബിരിയാണിയാണ്. ഞാൻ പറയുന്നത് ഒത്തൻറ്റിക് ബിരിയാണി ആണെന്നൊന്നും പറയുന്നില്ല, ബട്ട് നല്ല ടേസ്റ്റാണ് ഈ ബിരിയാണിക്ക്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ചിക്കൻ റെഡിയാകുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഓഫ് ചെയ്യാം. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ലെയർ ചെയ്യുന്നത് എടുക്കാൻ മറന്നുപോയി ഗൈസ്. സോ ലെയർ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ, റൈസ്, പിന്നെ മറ്റേ ഫ്രൈഡ് ഒനിയൻ, അതുപോലെ തന്നെ ചിക്കൻ, അങ്ങനെ ആ ഒരു രീതിയിൽ ലെയർ ചെയ്യുക എന്തോരം ഉള്ളതെന്ന് വെച്ചിട്ട്. കുറച്ച് നേരം ഫ്ലെയിമിൽ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കുക. അത് കഴിഞ്ഞിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് നല്ല രീതിയിൽ പ്ലേറ്റ് ചെയ്ത് കഴിക്കുക. എല്ലാവർക്കും എളുപ്പത്തിൽ ട്രൈ ചെയ്യാൻ പറ്റിയൊരു ബിരിയാണിയാണ്. ഒരു അരമണിക്കൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന അരമണിക്കൂർ, അല്ലെങ്കിൽ റൈസ് കുതിർക്കാൻ വെക്കുന്ന അരമണിക്കൂർ അല്ലാണ്ട് എക്സ്ട്രാ ടൈമൊന്നും എടുക്കില്ല. ഒരു അരമണിക്കൂർ കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്. ഫസ്റ്റ് ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുന്ന എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്ന റെസിപ്പിയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു.